ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ ചാർജിൻ്റെ ബേസിക് കൺസെപ്റ്റുകളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചത്. ഇതതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയൊരു കാര്യമുണ്ട്. ഇലക്ട്രിക് ചാർജുകൾ അടുത്തടുത്ത് വന്ന എന്ത് ചെയ്യോടാ, ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് രണ്ട് ഓപ്പോസിറ്റ് ചാർജ്, ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ആണെങ്കിൽ അവിടെ എന്ത് ഫോഴ്സ് ആയിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെ രണ്ട് സെയിം ചാർജുകൾ, ഒന്നുകിൽ പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്, പോസിറ്റീവോ നെഗറ്റീവോ ആയ ചാർജുകൾ അടുത്തടുത്ത് വന്ന് അവിടെ എന്തായിരിക്കും? അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സും, സെയിം ചാർജ് ആണെങ്കിൽ എന്ത് ഫോഴ്സും? റിപ്പൾസീവ് ഫോഴ്സും ക്രിയേറ്റ് ചെയ്യുമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സുമായി ബന്ധപ്പെട്ടൊരു ലോ ഉണ്ട്. ആ ലോ ആണ് കൂളോംസ് ലോ. നമുക്ക് എന്താണ് കൂളോംസ് ലോ എന്ന് നോക്കാം. കൂളോംസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ: രണ്ട് ചാർജസ് ഈക്വൽ ആവാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആവാം. അവയെ R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ പിക്ചറിൽ നോക്കിയ Q1 Q2 എന്ന് പറഞ്ഞ രണ്ട് ചാർജ് പിന്നെ R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ചാർജ്. ആ ചാർജുകളുടെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അതുപോലെ തന്നെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് ചാർജിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും, ഡിസ്റ്റൻസ് കൂടിയാൽ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. കാരണം ഫോഴ്സ് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഇവിടെ പറയുന്നു ഫോഴ്സ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2. അതായത് ചാർജുകളുടെ ഗുണനഫലത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഒരുമിച്ച് നമുക്ക് എഴുതി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? എഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു Q1 × Q2 ഡിവൈഡഡ് ബൈ R². നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, എവിടെ പ്രൊപ്പോർഷണാലിറ്റി വന്നാലും നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് ഇൻറ്റു ചെയ്യണം. ഇവിടെ നമ്മൾ കൊടുത്ത കോൺസ്റ്റൻ്റാണ് K എന്ന് പറയുന്നത്. K എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വെച്ച് എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു. ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കൂളോംസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0. ഇതിൻ്റെ വാല്യൂ 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ 1/4πε0 ആണ് കൂളോം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ε0യെ വിളിക്കുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതായത് വേക്കത്തിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാൻ പറ്റും, ആ കഴിവിനെയാണ് ε0 എന്ന് പറയുന്ന പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വേക്കത്തിലാണെങ്കിലാണ് നമ്മൾ ഇക്വേഷൻ, എയറിലോ വേക്കത്തിലോ ആണെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. F = 1/4πε0 Q1 Q2 R². ചാർജുകൾ എവിടെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? വേക്കത്തിലിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കെയുടെ വാല്യൂ 1/4πε0. ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇതേ ചാർജുകൾ വേറൊരു മീഡിയത്തിലാണെങ്കിൽ, വേറെ ഏതെങ്കിലും ഇപ്പം കെറോക്സിലോ ഓയിലോ അവിടെ എവിടെയെങ്കിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്: F = 1/4πε Q1 Q2 R². ഇവിടെ ε0 അല്ല, എപ്സിലോൺ ആണ് ഉപയോഗിക്കുന്നത്. അത് വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലാണെങ്കിൽ, അതർ മീഡിയത്തിലാണ് ചാർജ് ഇരിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മുടെ വാക്വത്തിലെ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q1 Q2 R² ആണ് വാക്വത്തിലെ ഇക്വേഷൻ. അതുപോലെ തന്നെ വേറെ ഒരു മീഡിയത്തിലാണ് ചാർജ് ഇരിക്കുന്നതെങ്കിൽ ഇക്വേഷൻ ഇതാണ്: 1/4πε0 Q1 Q2 R². ഇതാണ് രണ്ട് ഇക്വേഷൻസ്. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കിട്ടുന്ന രീതി ഇങ്ങനെയാണ്: F/Fm = കോമൺ ടേമുകളെല്ലാം വെട്ടിപ്പോയി ε ഡിവൈഡഡ് ബൈ ε0 വിച്ച് ഈസ് ഈക്വൽ ടു εr. ഈ εrനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതിനെ നമ്മൾ ഈക്വൽ ടു K എന്ന് കൊടുക്കുന്നു. കെയുടെ പറയുന്ന പേര് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. F ഡിവൈഡഡ് ബൈ F, ഇക്വേഷൻ നമ്പർ 1നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. F/F = ε ഡിവൈഡഡ് ബൈ ε0 വിച്ച് ഈസ് ഈക്വൽ ടു εr. നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ഇക്വേഷൻ ആവശ്യമുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു K. നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്.
എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വത്തിലെ ഫോഴ്സും എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയത്തിലെ ഫോഴ്സ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു പ്രോബ്ലം നോക്കാം. ഓയിലിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെയുടെ വാല്യൂ 5 ആണ്. അത് വാക്വത്തിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഓയിലിൽ എത്ര ഫോഴ്സ് കൊടുക്കുക, ആ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓയിലിൽ കൊടുക്കുന്ന ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഓയിൽ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? F/Fm എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ആണ്. F/Fm എന്ന് പറഞ്ഞാൽ കെ ആണ്. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീഡിയത്തിലെ ഫോഴ്സ്. മീഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓയിലാണ്. അപ്പോൾ Fm എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? F/K, അതായത് 10/2. അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വരുന്ന ഇക്വേഷൻ. F/Fm. എഫ് എന്ന് പറഞ്ഞാൽ വാക്വത്തിലെ ഫോഴ്സ്, Fm എന്ന് പറഞ്ഞാൽ മീഡിയത്തിലെ ഫോഴ്സ്. ആ കോമൺ ടേമുകളെല്ലാം വെട്ടിപ്പോകുന്നു. ε/ε0 ഈക്വൽ ടു എപ്സിലോൺ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആവശ്യം വരും. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോമാണ്. കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോം. ഓക്കെ, ഫോഴ്സ് ഒരു വെക്റ്റർ ഫോമാണ്. അതുകൊണ്ട് കൂളോംസ് ലോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വെക്റ്റർ ഫോമിൽ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നോക്കണം ഫിഗർ XY ആക്സിസ്, 2 ചാർജ് Q1 Q2. അത് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ആദ്യത്തിൻ്റെ പൊസിഷൻ വെക്റ്റർ ഞാൻ R1 വെക്റ്റർ R1 എന്നെടുത്തു. രണ്ടാമത്തിൻ്റെ പൊസിഷൻ വെക്റ്റർ R2. അപ്പോൾ Q1ൻ്റെ പൊസിഷൻ വെക്റ്റർ നമ്മളിവിടെ എടുത്ത് എന്താണ്? R1 എന്ന് പറഞ്ഞാൽ അകലെത്തിയിരിക്കുകയാണ് ഒറിജിനിൽ നിന്ന്. Q2 എന്ന് പറയുന്ന ചാർജ്, രണ്ടാമത്തെ ചാർജ് ഒറിജിനിൽ നിന്ന് R2 എന്ന് പറഞ്ഞാൽ അകലെത്തിയിരിക്കുകയാണ്. ഇവിടെ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുക. അതായത് ഒന്ന് F12, അതായത് 1 Q2 എന്ന് പറഞ്ഞ ചാർജ് കൊടുക്കുന്ന ഫോഴ്സ്. ഇനി F21, അതായത് Q2 എന്ന് പറയുന്ന ചാർജിലോട്ട് Q1 കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഇവിടെ നോക്കിയേ, എഫ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കൂളോംസ് ലോ അനുസരിച്ച് പഠിച്ചത് എന്താണ്? F = K × Q1/Q2/R². ഇവിടെ K നിങ്ങൾ ഓർത്തോണം, Kയുടെ വാല്യൂ 1/4πε0 ആണ്. അത് എഴുതിക്കോണം ഇക്വേഷൻ എഴുതുന്ന സമയത്ത്. അപ്പോൾ F = ഇതിനെ വെക്റ്റർ ഫോമിലോട്ട് മാറ്റുന്ന സമയത്ത് F = K × Q1 Q2/R² മാറ്റമൊന്നുമില്ല. ഇവിടെ R∩ എന്ന് പറയുന്ന പൊസിഷൻ വെക്റ്റർ നമ്മളിവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഒരു കാര്യത്തിൻ്റെ വെക്റ്റർ ഫോമിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആഡ് ചെയ്താൽ മതി. R∩ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? R∩ വെക്റ്റർ R ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R. അത് നമ്മുടെ ഇക്വേഷനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെക്റ്റർ R മുകളിൽ വരും, താഴത്തെ മോഡുലസ് R R² കൂടെ ചേർന്ന് എന്താ? R³ ആവും. സംഭവം സിമ്പിളാണ്. കൂളോംസ് ലോ വെക്റ്റർ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് വെക്റ്റർ ഫോമിലോട്ട് മാറ്റാൻ ഈ സ്ക്വയർ മാറി എന്താ കൂടെ? ക്യൂബ് ആവും. F = K × Q1 Q2/ വെക്റ്റർ R ഡിവൈഡഡ് ബൈ R³. ഇതാണ് കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കിക്കോ. കൂളോംസ് ലോ വെക്റ്റർ ഫോമിൽ എഴുതാൻ നമ്മൾ കൂളോംസ് ലോയുടെ ഇക്വേഷൻ എടുക്കുക, അതിൻ്റെ കൂടെ എന്ത് കൊടുക്കുക? ഒരു R∩ കൂടെ കൊടുത്താൽ മതി. R∩ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? വെക്റ്റർ ഫോമായിട്ട് മാറി. ഇനി ഇവിടെ F12 എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 എന്ന് പറഞ്ഞ ചാർജിലോട്ട് Q2 കൊടുത്ത ഫോഴ്സ്. F21 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q2ലോട്ട് Q1 കൊടുത്ത ഫോഴ്സ്. ഇതാ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് F12 ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 കാരണം Q1-ലുണ്ടായ ഫോഴ്സ്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? സിമ്പിളാണ്. K × Q1 Q2/R12. ആ പൊസിഷൻ വെക്റ്റർ നോക്കിക്കോ, R12³ വെക്റ്റർ R12. ഇവിടെ നോക്കിക്കേ, വെക്റ്റർ R12 കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് R1 എന്ന് പറഞ്ഞ വെക്ടറിൽ നിന്ന് R2 കുറച്ചാൽ മതി. R12 പൊസിഷൻ വെക്ടർ അതിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് R1 - R2. അവിടെ ഒരു ക്യൂബ് കൂടെ ഉണ്ട്, അതാണ് വാല്യൂ. ഇനി രണ്ടാമത് നോക്കിയ ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1 എന്ന് പറഞ്ഞ ചാർജ് Q2ലോട്ട് കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് F21 എന്ന് പറഞ്ഞത്. അത് നമുക്ക് എഴുതി നോക്കാം. അവിടെ ഇക്വേഷൻ എന്താണ്? K × Q1 Q2/R21³. പൊസിഷൻ വെക്റ്റർ മാത്രം നോക്കിയിരിക്കുക. എവിടെ നിന്ന് എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതാണ് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോമിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കി വച്ചിരിക്കണം. ഓക്കെ.